കോൺഗ്രസ് മന്ത്രിമാർ ആരെന്ന ആകാംക്ഷ നിലനിൽക്കെ തലസ്ഥാനത്ത് കെ.സി. വേണുഗോപാൽ ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച. കെ.സിയുടെ നാലാഞ്ചിറയിലെ വസതിയിലായിരുന്നു ചർച്ച. അബിൻ വർക്കി, മാത്യു കുഴൽനാടൻ, ദീപ്തി മേരി വർഗീസ് എന്നിവർ കെ.സിയെ സന്ദർശിച്ചു. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനേഷ്, ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായൊരു കൂടിക്കാഴ്ചയാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് പൂർത്തിയായോ? എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? അമൃത, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെ എയർപോർട്ടിൽ ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയം കുറേ MLA-മാരുണ്ടായിരുന്നു. ആ MLA-മാരിൽ പല ആളുകളും അല്പസമയം മുമ്പ് കെ.സിയെ സന്ദർശിച്ചിരുന്നു. നാലാഞ്ചിറയുള്ള വീട്ടിൽ സന്ദർശിച്ചിരുന്നു. ഇതിനിടയിലാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ ദീപദാസ് മുൻഷി അല്പസമയം മുമ്പ് കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച നടത്തി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കെ.സി. അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കെ.സിക്ക് കൂടി താല്പര്യമുള്ള ആളുകൾ മന്ത്രിസഭയിൽ ഉണ്ടാവുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. നമുക്കറിയാം, കെ.സി. വേണുഗോപാലുമായി എയർപോർട്ടിൽ വെച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇനിയെങ്കിലും എന്നെ പിച്ച് ചീന്തിയത് നിർത്തിക്കൂടെ എന്നാണ് ചോദിച്ചത്. ആരാണ് എന്താണ് എന്നൊന്നും വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും അദ്ദേഹം അത്ര നിഷ്കളങ്കമായ അല്ല പറഞ്ഞത്. കാരണം ആരൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെതായ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് പ്രകടമായിരുന്നു. എന്തായാലും അതിനുശേഷം നമുക്കറിയാം, അല്പസമയം മുമ്പ് ഇവിടെ അബിൻ വർക്കി, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ.സിയുടെ നാലാഞ്ചിറയുള്ള വീട്ടിലെത്തി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം മറ്റുള്ള പല MLA-മാരും നിയുക്ത MLA-മാരും കെ.സിയുമായി അനുഭാവമുള്ള ആളുകൾ അവിടേക്ക് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയുമായി കെ.സി. വേണുഗോപാൽ ചർച്ച നടത്തിയേക്കും. കാരണം രമേശിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.